റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള പല പല കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനും താരവും. അതായത് അന്യഭാഷയിലെ നടീനടന്മാർ പോലും കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അടുത്ത സിനിമ ഏതാണ്, അതിൻ്റെ കഥ എന്താണ്, അതിലെ കഥാപാത്രം ഏതാണ്, ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. കാര്യം നമുക്ക് ഒരു സിനിമയും കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവണം എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്ന ജിതിൻ എന്ന ഡയറക്ടറുടെ സിനിമയിൽ പോലും മമ്മൂക്ക ഒരു വില്ലൻ വേഷത്തിലാണ് എത്തുന്നതെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കാര്യം ഒരു പ്രതിനായക വേഷത്തിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് വെറുതെ സിനിമകൾ ചെയ്ത് കൂട്ടുന്നതിനകത്തല്ല, ആ ചെയ്യുന്ന സിനിമയ്ക്കകത്ത് എത്രമാത്രം അദ്ദേഹത്തിന് എന്ത് പെർഫോം ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നതിനെ പ്രേക്ഷകർ ഏതൊക്കെ തരത്തിൽ അത് സ്വീകരിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള കണക്കുകൂട്ടലിലാണ് മമ്മൂക്ക ഓരോ സിനിമകളുമായിട്ട് വരുന്നത്. കാര്യം മമ്മൂക്കയുടെ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്കും ആകാംക്ഷയാണ്. കാര്യം എന്തായിരിക്കും ആ സിനിമ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിനിമ. അപ്പം നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സിനിമയാവുമ്പം ഈ പറഞ്ഞ കണക്ക് ആ കഥയ്ക്കകത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും കൊണ്ട് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ എപ്പോഴും അതിലായിരിക്കും. കാര്യം അത്രയും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും കഥകളിലേക്കുമാണ് മമ്മൂക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന മമ്മൂക്ക ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതിലും വെച്ച് 2024 അദ്ദേഹം ചെയ്തിട്ടുള്ള ഹൊറർ സിനിമകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒട്ടും പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവ് രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഭ്രമയുഗത്തിനകത്ത് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ചാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒട്ടും പോസിറ്റീവ് അല്ല, അത് തികച്ചും നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഉള്ള അവസാന സീനുകളിൽ പോലും നമുക്കറിയാം എങ്ങനെയാണ് ആ ക്യാരക്ടർ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനോട് പെരുമാറുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഹൊറർ മൂഡിൻ്റെ അങ്ങേയറ്റത്ത് ആ സിനിമ എത്തിക്കുന്നതിൽ മമ്മൂക്കയുടെ കൊടുമൺ പോറ്റി അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നിർണായകമായത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഗോളതലത്തിൽ പ്രശസ്തമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ലെറ്റർ ബോക്സ്ഡിൻ്റെ ഒരു ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ പ്രാവശ്യം അവർ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ലോക സിനിമയിലെ, അതായത് ഓരോ വർഷവും ഉള്ള ലിസ്റ്റ്, പല പല ലിസ്റ്റുകൾ അവർ പുറത്തുവിടുന്ന കൂട്ടത്തിൽ 2024 അവരിപ്പം ഒരു റിലീസ് ചെയ്തിട്ടുള്ള ഹൊറർ സിനിമകളുടെ ഒരു ലിസ്റ്റാണ് അവർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഹൊറർ സിനിമകളുടെ മാത്രം ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കി അത് പുറത്തുവിട്ടിട്ടുണ്ട്. ലെറ്റർ ബോക്സ്ഡ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ 2ാം സ്ഥാനത്താണ്. അതായത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഹോളിവുഡ് ചിത്രമായിട്ടുള്ള ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. 2ാം സ്ഥാനത്ത് ഭ്രമയുഗവും, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തൈവാൻ ചിത്രവും, അതുപോലെ ചൈനീസ് ചിത്രവും, അതുപോലെ ഡാനിഷ് ചിത്രവും, അമേരിക്കൻ ചിത്രങ്ങളും, ഇങ്ങനെ പലതരത്തിലുള്ള വിവിധ ഭാഷകളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഇത് ഈ ലെറ്റർ ബോക്സ്ഡ് എന്ന് പറയുന്നതിനകത്ത് അവരുടെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ നൽകുന്ന റേറ്റിംഗ്, അല്ലെങ്കിൽ അവർ നൽകുന്ന പോയിന്റിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചില മാനദണ്ഡങ്ങൾ ഇതിന് പറയുന്നുണ്ട്. കാര്യം ഇത്തരത്തിലുള്ളൊരു ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ ചിത്രങ്ങളായിരിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പോൾ 2024 ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2024 ഏതെങ്കിലും ഒരു രാജ്യത്ത് ആദ്യമായിട്ട് ദേശീയ റിലീസുള്ള തരത്തിലുള്ള സിനിമകളായിരിക്കണം. മിനിമം 1000 റേറ്റിംഗ്സ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരെപ്പോഴും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലിസ്റ്റുകളൊക്കെ അവർ തയ്യാറാക്കിയപ്പം അവരെ സംബന്ധിച്ചിടത്തോളം 2ാം റാങ്കിലേക്ക്, അതായത് ഇന്ത്യയിൽ നിന്ന് ഈ ലെറ്റർ ബോക്സിൻ്റെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഏക മലയാള സിനിമ എന്ന് പറയുന്നത് ഭ്രമയുഗമാണ്. ഇപ്പം നമുക്കറിയാം ജനുവരി മുതൽ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ വരെയുള്ള ഒരു ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇനിയിപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹൊറർ സബ്ജക്റ്റുമായിട്ട് വരുന്ന ഒരു സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടുതൽ പോയിന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം ഈ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്കിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വർഷം തുടങ്ങി ഏതാണ്ട് 9 മാസങ്ങൾ പിന്നിടുമ്പം ഈ പൂർത്തിയായിട്ടുള്ള, അല്ലെങ്കിൽ അവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു ലിസ്റ്റും പ്രകാരം 2ാം സ്ഥാനത്ത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ വരിക എന്ന് പറയുമ്പം, അതും പ്രത്യേകിച്ച് ഒരു ഹോളിവുഡ് ചിത്രമായ ദ സബ്സ്റ്റൻസിന് തൊട്ട് താഴെ മറ്റുള്ള വിവിധ രാജ്യത്തു നിന്നുള്ള സിനിമകളെ പുറവിലാക്കി വരുമ്പം ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റും കൂടെ അവർ പുറത്തു വിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും
പകരം എന്താണ് ആ സിനിമയ്ക്കകത്ത് എന്ന് കാണാൻ വേണ്ടിയിട്ട് വിവിധ ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഭ്രമയുഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഹോളിവുഡ് ചിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഭ്രമയുഗത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ നമ്മൾ പറഞ്ഞ കണക്ക് ചൈനീസ് അല്ലെങ്കിൽ തായ്വാൻ അല്ലെങ്കിൽ ഡാനിഷ് അല്ലെങ്കിൽ അമേരിക്കൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലെ ചിത്രങ്ങളുടെ പ്രതിനിധികൾ പോലും അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ ഈ ലെറ്റർ ബോക്സിൻ്റെ മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു കൗതുകം ഉണ്ടായിരിക്കും ഈ സിനിമ എന്തുകൊണ്ടായിരിക്കും. അപ്പം കൂടുതൽ ആളുകൾക്ക് ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു മലയാള സിനിമയും കൊടുമൺ പോറ്റി അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച മമ്മൂക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനിലേക്ക് എത്തിച്ചേരാനും അതുപോലെ മലയാള സിനിമയിലേക്ക് കൂടുതൽ മലയാള സിനിമകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തു വരാനും അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് തയ്യാറെടുക്കാനും അവർക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങളിലൂടെ. ഇത് നമ്മൾ മുമ്പൊരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ചാനൽ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ബ്രിട്ടീഷോ അമേരിക്കൻ ഏതോ ഒരു ചാനൽ ഇത്തരത്തിലുള്ള ഇത് നടത്തിയ സമയത്ത് കാതൽ എന്ന് പറയുന്ന സിനിമ അത്തരത്തിലുള്ള ഒരു ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു സംഭവം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റിൽ വീണ്ടും മമ്മൂക്കയുടെ ഒരു സിനിമയാണ്. അത് ലെറ്റർ ബോക്സിനെ പോലെയുള്ള ഏറ്റവും ആഗോളതലത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ലെറ്റർ ബോക്സിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിരിക്കുന്നതിനകത്ത് അതിന് 2ാം സ്ഥാനത്ത് തന്നെ ഒരു മമ്മൂക്ക ചിത്രം ഉള്ളത് നമുക്ക് വളരെയേറെ അഭിമാനിക്കാം. താങ്ക്